ഹലോ ഗൈസ്, നമ്മൾ രാവിലെ പടം വരയ്ക്കാൻ എണീച്ചിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ രാത്രി കുറച്ച് പടം വരച്ചു. ഒരു ഓർഡർ കിട്ടിയതാണ്, ആലപ്പുഴയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയതാണ്. രണ്ട് ട്വിൻസിൻ്റെ ഫോട്ടോയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടുന്നത്. ഇങ്ങനെ ട്വിൻസിൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പം അത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 മുമ്പ് നമുക്ക് ഫോട്ടോ കൊടുക്കണം. അപ്പം പടപടാന്ന് വരയ്ക്കാൻ പറ്റില്ലല്ലോ, പയ്യെ സാവധാനം മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ പടമൊക്കെ അടിപൊളിയാവത്തുള്ളൂ. അപ്പം വരയ്ക്കുന്നത് എവിടം വരെയാണെന്ന് ഞാൻ കാണിക്കാം. കേൾക്കണ്ട, ഇത്രയേ ആയിട്ടുള്ളൂ. മുടി വരച്ചതേ ഉള്ളൂ. മുടി വരയ്ക്കാൻ തന്നെ 2 മണിക്കൂറോ എടുത്തു. കുറച്ച് പയ്യെ 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 ഷെയ്ഡ് ചെയ്ത് വരയ്ക്കണ്ടേ, അതിനെ അടിപൊളിയാക്കണ്ടേ. അപ്പം ബാക്കിയോടെ വരച്ചിട്ട് ഞാൻ കാണിക്കാം. ഫോൺ താഴെ പോകും. ബാക്കിയോടെ വരച്ചിട്ട് ഞാൻ കാണിക്കാം. ഉറക്കത്തിൽ നിന്ന് എണീച്ചല്ലേ, ഒരു 7 മണിയായപ്പോൾ എണീച്ചു, പല്ലൊക്കെ തേച്ചു. 8 മണിയായി. ഇപ്പം 8 മണിയായി. രാവിലെ 8 മണിയായപ്പം വരയ്ക്കാൻ വന്നിരുന്നു. കുറച്ച് വരച്ചിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണം. അതിനു വേണ്ടിയാണ് രാവിലെ ഇരുന്നത്. അപ്പോൾ ബാക്കിയോടെ വരയ്ക്കാം. ഓക്കെ, ബൈ. ഗോയ്സ്, നിങ്ങളെ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ജനലിൽ നിന്നാണ്ട് ഈ വ്യൂവിലിരുന്നാണ് പടം വരയ്ക്കുന്നത്. കണ്ടാ, നല്ല രസമാണ്, അടിപൊളി. മഴയൊക്കെ കണ്ടുകൊണ്ട് ഇരുന്ന് പടം വരയ്ക്കാം. അതും എറണാകുളം. മഴയുടെ കാര്യം പറയണ്ടല്ലോ. ഗൈസ്, അങ്ങനെ 2 മണിയായി. 2 മണിയായി. ഫോട്ടോ വരച്ചാൽ ഞാൻ കാണിക്കാം. ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2 മണിയായി, ഇത്ര നേരമായിട്ട് 8 മണി തൊട്ട് വരയ്ക്കാൻ തുടങ്ങി, 2 മണിയായി ഇത്ര ആയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സമാധാനമായിട്ടിരുന്ന് വരയ്ക്കണം. പയ്യെ 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 വരയ്ക്കണം. ശ്രദ്ധിച്ച് വരയ്ക്കണം. എന്നാലേ ഫോട്ടോ വൃത്തിയാകത്തുള്ളൂ. തരുന്ന പൈസയ്ക്ക് നമ്മൾ അങ്ങോട്ടൊരു ഇത് കൊടുക്കണമല്ലോ. നമുക്കൊരു ഇത്ര പൈസ തരുമ്പോൾ അതിനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, പണം കൊള്ളാം, അടിപൊളിയാണ് എന്ന് അവർക്ക് തോന്നണ്ടേ. അപ്പോൾ അതിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട് വരയ്ക്കണം. നമ്മുടെ പാഷൻ ഇതല്ലേ, അപ്പോൾ നമ്മൾ വരയ്ക്കണം. അങ്ങനെ വരച്ചു. അപ്പം ഇടയ്ക്ക് പാട്ട് കേൾക്കും, ഇടയ്ക്ക് റീൽസ് കാണും. അങ്ങനെ 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 ഇരിക്കും. യൂട്യൂബിൽ കയറും, വീഡിയോ ഇട്ടതിന് എത്ര വ്യൂ ആയി നോക്കും. ഇൻസ്റ്റയിൽ കയറും, എത്ര വ്യൂ ആയി നോക്കും. അങ്ങനെ പാട്ട് കേൾക്കും. ഇതൊക്കെ തന്നെ. വെള്ളം കുടിക്കും. ഇടയ്ക്കൊന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോയി. ഫുഡുണ്ടാക്കി, ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചു. എൻ്റെ ഒരു വീഡിയോ, ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, പോയി കാണും. കോമഡിയാണ്. അപ്പം വരച്ച അത്രയെ കാണിക്കാം. ഓക്കെ. നല്ല മഴ ഇവിടെ, അടിപൊളി മഴ. ആ മഴയൊക്കെ കണ്ടിരുന്ന് വരയ്ക്കുകയാണ്. എണീച്ച് കഴിയുമ്പോൾ നടുവൊക്കെ നല്ല വേദനയാണ്. ഒരേ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് വരയ്ക്കുന്നില്ലേ. മഴയും കാണിക്കാം, ഫോട്ടോയൊക്കെ കാണിക്കാം. വെയിറ്റ്. ഇതേ ക്വിസ് ഇത്രയാണ് കേട്ടാ. ഇത്രയാണ് നമ്മൾ വരച്ചത്. മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നല്ല ജനലടച്ചിട്ടൊക്കെ വരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജനൽ തുറന്നതാണ്, അല്ലെങ്കിൽ പേപ്പറിനകത്ത് മൊത്തം വെള്ളമാവും. നല്ല മഴയാണ്. ഇപ്പോൾ ഫോട്ടോ കണ്ടല്ലോ. ഇത്രയാണ് ഞാൻ വരച്ചത്. ഒരാളുടെ മുഖം ഫുള്ള് വരച്ചു, മറ്റേയാളുടെ മുടി നെറ്റി ഭാഗം മൊത്തം ഷെയ്ഡ് ചെയ്തു. ബാക്കിയുണ്ട്, ഇനി കുറേ ഉണ്ട്. ഇപ്പം ഇത്ര വരയ്ക്കുന്നുള്ളൂ. ഇനി വൈകുന്നേരമോ രാത്രിയിലോ എല്ലാം വരയ്ക്കാം. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വരച്ച് കഴിഞ്ഞാൽ പടം റെഡിയാകത്തില്ല. നമ്മുടെ ഒരു മൂഡുണ്ടല്ലോ, അതോടനുസരിച്ച് നമ്മൾ വരയ്ക്കണം. അപ്പം ഒറ്റയടിക്കിപ്പം വരച്ച് 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 നമുക്ക് തെറ്റും. ഇനി വരച്ച് കഴിഞ്ഞാൽ തെറ്റും, ശരിയാകത്തില്ല എന്ന് തോന്നി കഴിയുമ്പോൾ നിർത്തും. പിന്നെ കുറേ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വരയ്ക്കത്തുള്ളൂ. അങ്ങനെയാണ് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോഴേ ഒരു ഫോട്ടോയ്ക്കൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഇപ്പം ഇത്ര വരയ്ക്കുന്നുള്ളൂ. ഇപ്പം ഇനി പോയി അഖിലണ്ണൻ ആശുപത്രി പോയായിരുന്നു. ആശുപത്രിയിൽ പോയി ഫുഡ് കഴിക്കാനും പോയി. ഫുഡ് കഴിച്ചിട്ട് വന്നപ്പം കുറച്ച് ഫുഡ് ബാക്കി വന്നു. അപ്പം എനിക്കും കൊണ്ടുവന്നായിരുന്നു. അപ്പം അത് കഴിക്കണം.
അത് കഴിച്ചിട്ട് പോയി കുളിച്ച് മുടിയൊക്കെ തേച്ച് കഴി പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. വൈകുന്നേരം വ്ളോഗ് എടുക്കണം, അത് അടുത്ത ദിവസം ഇടാം. ഓക്കെ, ബൈ.